അല്ല, ചേട്ടൻ പലപ്പോഴും ആന തെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ശിക്ഷ കൊടുക്കുന്നതാണ്. അങ്ങനെയാണോ പാപ്പന്മാർ ചെയ്യുന്നത്? ഞാൻ എന്തായാലും ചെയ്യും. പിന്നത്തെ എന്തിനാന്ന് അല്ലെങ്കിൽ ആനയ്ക്ക് അറിയത്തില്ലേ. ഇപ്പം ആനയെ അങ്ങോട്ട് പോയി പാമ്പടിയുടെ പാട പിടിക്കാൻ പോയാ എറണത്തിന്റെ അതിനായപ്പോൾ ഓർമ്മ കൊടുത്തു. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം. VM പ്രദീപ് മീഡിയ വീണ്ടും സ്വാഗതം. ഗജശ്രേഷ്ഠൻ ചിറക്കടവ് തിരുനീലകണ്ഠൻ വളരെ ശാന്തനായ കൊമ്പനാണ്. അതേസമയം ഇടയ്ക്ക് രൗദ്രഭാവം കൈക്കൊള്ളാറുണ്ട്. പിന്നീട് നിയന്ത്രിക്കുക വലിയ വിഷമമാണ്. എന്നാൽ സാബു എന്ന പാപ്പാൻ ആനയുടെ ചുമതല ഏറ്റതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഈ കൊമ്പനിൽ ദൃശ്യമാണ്. ഏതു നിമിഷവും സ്വഭാവം മാറുന്ന നീലകണ്ഠൻ വൈക്കം അഷ്ടമി ഉത്സവത്തിന് സാബുവിനെ തട്ടി നിലത്തിട്ട് കുത്താൻ ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ നീലകണ്ഠൻ്റെ ചെറിയ സ്വഭാവമാറ്റം പോലും നിരീക്ഷിച്ചാണ് ആനയെ സാബു സംരക്ഷിക്കുന്നത്. നീലകണ്ഠനെ നീരിൽ തളയ്ക്കുവാനുള്ള സമയമെടുത്തു. ഈ മാസമോ അടുത്ത മാസം ആദ്യമോ അതുണ്ടാവും. കഴിഞ്ഞ ദിവസം ആനിക്കാട് കീഴക്കടമ്പ് ശ്രീമഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന നീലകണ്ഠനെ തളച്ചത് ക്ഷേത്ര പരിസരത്തുള്ള റബ്ബർ തോട്ടത്തിലാണ്. ഗജരാജമാണിക്യം പാമ്പാടി രാജനെ അടുത്ത് തളച്ചിരുന്നു. പാമ്പാടി രാജൻ ഇട്ട എരണ്ടത്തിൻ്റെ മണം പിടിക്കാൻ പലതവണ നീലകണ്ഠൻ ശ്രമിച്ചു. ആന മതക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ശ്രമിക്കുന്നത്. വാടയെടുത്താൽ അക്രമകാരികളായി മാറുന്ന ആനകളുമുണ്ട്. ഇതു മനസ്സിലാക്കിയ പാപ്പാൻ സാബു 2 തവണ വാക്കുകൊണ്ട് വിലക്കി. പിന്നെയും ആവർത്തിച്ചപ്പോൾ വടിക്ക് നല്ല ഒരു അടി നൽകുകയും ചെയ്തു. അടി കിട്ടിയതോടുകൂടി കൈകെട്ടി നീലകണ്ഠൻ ശാന്തനായി മാറി. ഇത്തവണ നീലകണ്ഠനെ 5 മാസം നീണ്ട മതപ്പാടിൽ നിന്നും കെട്ടിയഴിച്ചപ്പോൾ ഒരടി. ആ കെട്ടിയഴിക്കലിന് ആനയ്ക്ക് ആകെ നൽകിയ അടിയായിരുന്നു അത്. ഒരു പാപ്പാൻ ചട്ടപ്രകാരം ചെയ്യുന്ന പ്രവൃത്തി മാത്രമായിരുന്നു അത്. ചട്ടക്കാരനോടുള്ള ഭയം ആനയെ കൊണ്ടു നടക്കാൻ ആവശ്യമാണ്, ഒപ്പം സ്നേഹവും. എങ്ങനെയുണ്ട് നീലകണ്ഠൻ? ഇപ്പം കുഴപ്പമൊന്നുമില്ല. ചേട്ടൻ ഒരു വീഡിയോയിൽ ഒരു ആനയെ കെട്ടിയഴിക്കുന്ന സമയത്ത് ശരിക്കും ഒരു പാപ്പാൻ ചെയ്യേണ്ട വിധത്തിൽ അതിനൊരു ചെറിയൊരു അടി കൊടുക്കുന്ന ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് ഒരുപാട് കമൻറ്റുകൾ വന്നു. അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം? ഞാൻ ചുമ്മാ നടയൊന്നും നീട്ടി വെക്കാൻ തല്ലുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് കൊള്ളിച്ച കൈമുറുക്കി അടിച്ചിട്ടുമില്ല, ചുമ്മാ തോന്നി. സാധാരണ നമ്മളൊരു ആനയെ ഒരു 3-4 മാസം അല്ലെ 6-7 മാസം നീരിൽ തിളച്ചിട്ട് അഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യേണ്ടതല്ലേ? ചെയ്യേണ്ട വെച്ചാൽ ഇതിനെ സംബന്ധിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനായാലും നമ്മൾ തല്ലാറില്ല. അന്നേരം ചുമ്മാ നടയൊന്നും നീട്ടി വെക്കാൻ തോന്നി അത് ചെറുതാ ശരിയാ, അല്ലാതെ തല്ലാറില്ല. കെട്ടിയടിച്ചോണ്ടിരുന്ന ആനയെ അത് കെട്ടിയടിക്കാൻ പറ്റിയല്ലേ ഞാൻ. അല്ല, ചേട്ടൻ പലപ്പോഴും ആന തെറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഓൺ ദ സ്പോട്ടിൽ ശിക്ഷ കൊടുക്കുന്നതാണ്. അങ്ങനെയാണോ പാപ്പന്മാർ ചെയ്യുന്നത്? അത് ഞാൻ എന്തായാലും ചെയ്യും. പിന്നത്തെ എന്തിനാന്ന് അല്ലെങ്കിൽ ആനയ്ക്ക് അറിയത്തില്ലേ. ഇപ്പം ആനയെ അങ്ങോട്ട് പോയി പാമ്പടിയുടെ പാട പിടിക്കാൻ പോയാ എറണത്തിന്റെ അതിനായപ്പോൾ ഓർമ്മ കൊടുത്തു. അപ്പം അതിനൊരു റീസൺ ഉണ്ടെങ്കിൽ അത് അവിടെ വെച്ച് തന്നെ പരിഹരിക്കണം. അതേ ഉള്ളൂ. അല്ലാതെ വിട്ടോണ്ട് പിന്നെ പിടിച്ച് പിന്നെ തല്ലിട്ട് കാര്യമില്ല. ചിലരങ്ങനെ ശരിക്കും ഒരു ആനയെ സംരക്ഷിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തേക്ക് അതിനടുത്ത് പാട പിടിക്കാൻ പോകുമ്പോഴേ അതിന്റെ എണ്ണത്തിന്റെ ഒക്കെ മണം പിടിക്കാനാണ് ഇപ്പം ആന പോകും. ഇനി കുറച്ചു നേരമായിട്ട് ഞാൻ നോക്കി വെച്ചിരിക്കുക. അതിങ്ങനെ തള്ളി തള്ളി വന്ന് ഓർമ്മിപ്പം ചെറുതായിട്ട് കൊടുത്തതാ. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നീലകണ്ഠൻ എരണ്ടമിട്ടു. ഈ എരണ്ടം എടുത്തു മാറ്റുന്നതിനായി അപ്പോൾ തന്നെ സാബു പാപ്പാൻ്റെ സഹായം തേടി. അത്രയേറെ ജാഗ്രതയോടുകൂടിയാണ് അദ്ദേഹം ആനയെ സംരക്ഷിക്കുന്നത്. നമ്മൾ ശരിക്കും ആനയുടെ ഒരു ഇപ്പം എവിടെ നിന്നാലും ആനയുടെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ആന എന്ത് ചെയ്യുന്നു, എങ്ങനെയാണ് പെരുമാറുന്നത്, അതിൻ്റെ ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചാണ് നിൽക്കുന്നത് അല്ലേ? ഇവനെ ഇപ്പം നീരിൽ കെട്ടാനുള്ള സമയമായോ? ആയി വരുന്നു അല്ലേ? ഏത് മാസത്തിന് ഉൾപ്പെടെയായിരിക്കും വരുന്നത്? ഈ മാസം ഓടിയിൽ തിളക്കേണ്ടി വരും അല്ലേ? അത് ഇവന് 2 നീര് വരുന്ന ആനയല്ലേ? നീരേ ഉള്ളൂ. അത് 6 മാസം നിൽക്കും, 5.5 മാസം നിൽക്കും. ഹോർമോൺ കൂടുതലുള്ള ആന. ഓക്കെ. സാധാരണ ആനയെ അപേക്ഷിച്ച് കൂടുതലല്ലേ? ഇത് അഴിച്ചു വരുമ്പോൾ 6 മാസം ആവും. 6 മാസം കെട്ടി എല്ലാം കൂടെ വരും, പൊടിക്കാനും എല്ലാം കൂടെ കൂട്ടിയാ പറയുന്നത്. കെട്ടുന്നൂടെ കൂട്ടിയാ 6 മാസം നിന്ന് പോകുന്നു പറയുന്നത്.
തെറ്റി കാണിച്ചാൽ അന്നേരം തല്ലിയിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയി തല്ലുന്ന പിന്നെ എന്തിനാണ് ആന ആലോചിക്കുക ഇവൻ തല്ലുന്നതിനാന്ന്. അപ്പോൾ ആന തിരുത്തണമെങ്കിൽ നമ്മൾ ആ സമയത്ത് തന്നെ ശിക്ഷ കൊടുക്കണം സ്പോട്ടിൽ. അത് ചുമ്മാ സാധാരണ വടി വെച്ച് നമ്മൾ ഇത് ചെയ്യുന്നുണ്ടേ ഉള്ളൂ. അല്ലാതെ ആന വിലക്കണം അവിടെയാണെന്ന് പറയണം. പിന്നെ ആന പോകുമ്പോൾ 1-2 പ്രാവശ്യം ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മ കൊടുത്തത്. അടുത്ത് നിൽക്കുന്ന ആനയുടെ വാട എടുക്കുന്നത് എന്തിനായിരിക്കും? ഇരണ്ടത്തിൻ്റെ ഒക്കെ സാധാരണ ഇപ്പൊ ഈ കോളൊക്കെ ആയി വരുമ്പോൾ അങ്ങനെ സ്വാഭാവികമായിട്ട് എടുക്കുകയാണ്. അടുത്തേക്ക് ആനയുടെ വാടകയൊക്കെ പിടിക്കും. അല്ലെ തന്നെ അതൊരു അക്രമത്തിന്റെ സൂചനയല്ലേ? പിന്നെ എല്ലാ ആനയുടെ ഒരു ആനയായിട്ടുള്ള അടുത്തേക്ക് ആനയാതൊക്കെ അന്വേഷിക്കില്ല ഇവര് തമ്മില്. പിന്നെ മൂത്രം ഇതൊക്കെ മണം അടിക്കാനായിരുന്നു. അത് ഈ നീര് കെട്ടാറാകുമ്പോഴത്തേക്ക് കോളൊക്കെ ആകുമ്പോൾ വരും ആന എടുക്കും. പിന്നെ കൂടുതലും കോളൊക്കെ ആകുമ്പോഴത്തേക്ക് ആന അടുത്തേക്ക് ആനയുടെ മൂത്രവും ആനയൊക്കെ. ദേവസ്വം ബോർഡിൻ്റെയും നാട്ടുകാരുടെയും പാപ്പാൻ്റെയും സംരക്ഷണ മികവിലാണ് ചിറക്കടവ് തിരുനീലകണ്ഠൻ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കരിവീരനായി മാറിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ. നമസ്കാരം.